അടിപൊളി ഒരു ചിക്കൻ പപ്സ് കഴിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ആരംഭിക്കുന്നത്. ഇത് നമ്മുടെ രാമചന്ദ്രയിൽ ഒന്ന് മേടിച്ചാൽ ഒന്ന് ഫ്രീ ഉള്ള ചിക്കൻ പപ്സാണ്. അടിപൊളി മൊരിഞ്ഞിട്ടുള്ള നല്ല മൊരു ആയിട്ടുള്ള സൂപ്പർ ചിക്കൻ പപ്സാണ്. അത് ഞങ്ങൾ പൊട്ടിച്ചെടുക്കുമ്പോഴേ മനസ്സിലാവുന്നല്ല. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ അത്യാവശ്യമുണ്ട് കേട്ടോ, കൂടുതലില്ല എന്നാലും അത്യാവശ്യമുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ മാങ്ങാ ജ്യൂസും കൂടെ കുടിച്ചിട്ടാണ് നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് എന്താണെന്നല്ലേ, ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ അട ഉണ്ടാക്കാൻ ശ്രമിച്ച ടൈമിൽ കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. കാരണം കുഞ്ഞിന് വേണ്ടി ചെറുതായിട്ട് ഇങ്ങനെ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അല്ലാണ്ട് നോക്കിയാൽ സൂപ്പറാണ്, അടിപൊളി അടയാണ്. വേറെ അട എടുക്കാൻ പറ്റിയില്ലയോ എന്ന് നിങ്ങൾ ചോദിക്കാം. ആദ്യം ചുട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കണ സമയത്ത് തന്നെ എല്ലാവരും കഴിച്ച് തീർത്തത് കൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ മിച്ചം കിട്ടിയുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് ഈ അട ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാം, എല്ലാവരും കഴിച്ചിട്ടുള്ളതുമായിട്ടുള്ള അടിപൊളി ഒരു അടയാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഈ അട എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാവശ്യമുള്ള സാധനം നോക്കാം. ഒരു കപ്പിൽ നമ്മുടെ പച്ചരി മാവ്, അതുപോലെ തന്നെ നല്ല പഴുത്ത നേന്ത്രപ്പഴം, നമ്മുടെ ഏത്തമ്പഴമാണ്, അത് തന്നെ വേണം മസ്റ്റ്, അത് തന്നെ മസ്റ്റായിട്ട് വേണം. അടുത്ത് ഒരു കപ്പ് നിറയെ നമ്മുടെ തേങ്ങ, പിന്നെ പച്ചരി മാവ്, നല്ല പച്ചരി മാവ്, അടുത്ത് ശർക്കര. അപ്പം നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് പാൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ, മാവ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് പാൽ ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. നമ്മൾ കപ്പിൽ വെച്ചിരുന്ന മാവും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യാൻ വേണം. ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി വെള്ളം എടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ് മസ്റ്റാണ് കേട്ടോ, കാരണം മിക്സിങ്ങിലാണുള്ളത്. നല്ല കട്ടയൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനോട് കുറച്ച് പഞ്ചസാരയും ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ സമയം ഇതിനെ മൂടി മാറ്റി വയ്ക്കാം, കാരണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഇതുമാതിരി ഇത്രയും കണക്കിൽ വേണ്ടത്. നല്ല പൊട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നിങ്ങൾ കട്ടിക്ക് മാവ് കലക്കാം. എൻ്റെത് ഇച്ചിരി പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിലോട്ട് നെയ്യും കൂടെ ഇച്ചിരി ആഡ് ചെയ്യാം. വേറൊരു പാൻ എടുത്ത് അതിൽ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ നേന്ത്രപ്പഴം തന്നെ വേണം, വേറെ ഒരു പഴവും വേണ്ട. വേറൊരു പഴം സെറ്റാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഏത്തൻ പഴം അത് തന്നെ വേണം. അതിങ്ങനെ നന്നായിട്ട് നെയ്യിൽ നമ്മൾ ഇങ്ങനെ വരട്ടി കൊടുക്കാം. ഇതിൻ്റെ ഭാഗം അറിയുന്നത് നല്ല വേറൊരു കൈൻഡ് ഓഫ് മഞ്ഞ കളറാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വരട്ടി കൊടുത്തതിന് ശേഷം ആ നെയ്യുടെയും അതുപോലെ തന്നെ പഴത്തിൻ്റെയും ഒരു നല്ലൊരു മണം വരും. അതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത തിങ്സ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ കൈ ഇളക്കാതെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം യോജിച്ച് ഇങ്ങനെ വരാം. അത് സാരമില്ല, ഫില്ലിങ്സ് അതിനല്ലോ, നമുക്ക് ബാക്കി സംഭവങ്ങളെല്ലാം ഇനി ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് കളർ കണ്ടല്ലോ. ഇനി അടുത്ത് നമ്മൾ തേങ്ങ ചിരുകി വെച്ച് ഒരു കപ്പ് തേങ്ങ നമ്മുടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ കൈ വിടാണ്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം നല്ലൊരു മണം വരും. തേങ്ങയും ആ നെയ്യും അതുപോലെ തന്നെ ആ നേന്ത്രപ്പഴത്തിൻ്റെയും മണം വരും. അടിപൊളിയാണ്, നല്ലൊരു മണം അത് അപ്പം തന്നെ വരും. ഇതും നന്നായിട്ട് കൈ ഇളക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് സമയം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്, കരിഞ്ഞു പോവേണ്ട ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതുപോലെ ഒന്നൊന്നായിട്ടുണ്ട്. പക്ഷേ പിന്നെയും അത് യോജിക്കും. നമ്മൾ ശർക്കര ഇടുമ്പോഴത്തേനും അത് യോജിച്ച് വരും. അടുത്ത് നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ വച്ചിട്ട് വേണം ഈ ശർക്കര അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ യോജിച്ച് ആഡ് ചെയ്ത് സമയം പിടിച്ച് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം സമയം പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാനത്തെ തീയിൽ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കരിഞ്ഞു പോകും എല്ലാം കൂടെ. അപ്പോൾ ഈ ശർക്കരയുടെയും തേങ്ങയുടെയും എല്ലാത്തിൻ്റെയും അടിപൊളി ഒരു മണം വരുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് വെക്കാം. തികച്ചും ഓപ്ഷണബിളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തൊരു പാന്, നമുക്ക് ദോശ ചുടുന്ന പാനോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ ഇതിലോട്ട് ഇങ്ങനെ നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിലോട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. സൂക്ഷിച്ച് മടക്കി എടുക്കുക, കാരണം ഇത് പൊട്ടിപ്പോകാനുള്ള പാലൊക്കെ ഒഴിച്ച് കൊടുത്തത് കൊണ്ട് അത് നല്ല സോഫ്റ്റായി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്കതങ്ങനെ സംഭവിച്ചു. ഏറ്റവും അവസാനം ചെറുതായിട്ട് ഞാൻ വെച്ചപ്പോഴത്തേനും പറ്റി. ആദ്യം വലുത് വെച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല, കുഞ്ഞായിട്ട് വെച്ചപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നു. സാവകാശം ഒരു സൈഡ് 2 ഭാഗവും മടക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കുഞ്ഞിന് വേണ്ടി ചെറുതായിട്ട് വെച്ചപ്പോഴത്തേനും ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാരമില്ല, വലുതായിട്ട് നമ്മൾ ചുട്ട് വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ പഴവും നമ്മുടെ ഈ ശർക്കരയെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതും മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ഹെൽത്തിയാണ്, അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും. അതാണ് ഞാനിങ്ങനെ സൈഡിൽ വെച്ചത്. അവർക്ക് എടുത്തതാണ്, കുഞ്ഞിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ അത് മാത്രം കൊടുത്താൽ ഹെൽത്തിയാണ്, വേറെ നമ്മൾ അൺഹെൽത്തി ആയിട്ടൊന്നുമില്ല, നല്ല ഹെൽത്തിയാണ്. ഓയിലൊന്നും ഉപയോഗിക്കാതെ നെയ്യിൽ ചെയ്തത് കൊണ്ട് അതും അവർക്ക് കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ.